പി.ജെ. ജോസഫിന്റെ മകൻ അപ്പു ജോൺ ജോസഫ് കേരള കോൺഗ്രസ് സംസ്ഥാന കോർഡിനേറ്റർ പദവിയിലേക്ക് കോട്ടയത്ത് ചേർന്ന പാർട്ടി ഹൈപ്പവർ കമ്മിറ്റിയിലാണ് തീരുമാനം. ഇതോടെ പാർട്ടിയിലെ സുപ്രധാന സ്ഥാനങ്ങളിൽ ഒന്നിലേക്കാണ് അപ്പു എത്തുന്നത്. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെ മുൻനിര നേതൃത്വത്തിലേക്കാണ് പി.ജെ. ജോസഫിന്റെ മകൻ അപ്പു ജോൺ ജോസഫ് എത്തിയിരിക്കുന്നത്. കോട്ടയത്ത് ചേർന്ന പാർട്ടിയുടെ ഹൈപ്പവർ കമ്മിറ്റിയാണ് നേതൃനിരയിലേക്ക് കൂടുതൽ ആളുകളെ തെരഞ്ഞെടുത്തത്. ഹൈപ്പവർ കമ്മിറ്റിക്ക് ശേഷം ചെയർമാൻ പി.ജെ. ജോസഫ് പുതിയ ഭാരവാഹികളുടെ ലിസ്റ്റ് പുറത്തുവിട്ടു. കെ.എം. മാണിയുടെ മരുമകൻ എം.പി. ജോസഫ് ഉൾപ്പെടെ 6 പേരെ വൈസ് ചെയർമാൻമാരായും തെരഞ്ഞെടുത്തു. മക്കൾ രാഷ്ട്രീയത്തിന്റെ പാതയിലല്ല തന്റെ വരവെന്ന് അപ്പു പറഞ്ഞു. അങ്ങനെയെങ്കിൽ മുമ്പേ ഏതെങ്കിലും സീറ്റിൽ മത്സരിക്കുമായിരുന്നു. പാർട്ടിയിൽ പ്രവർത്തിച്ച് മുന്നോട്ട് വരണമെന്ന് പിതാവിന് നിർബന്ധമുണ്ടായിരുന്നു. അങ്ങനെ കഴിവ് തെളിയിച്ചാണ് തന്റെ വരവെന്നും അപ്പു ജോൺ ജോസഫ് വ്യക്തമാക്കി. സംസ്ഥാനത്ത് ഒട്ടാകെ നടത്തിയ പ്രവർത്തനത്തിന് ലഭിച്ച അംഗീകാരമായാണ് ഇതിനെ കാണുന്നതെന്നും അപ്പു കൂട്ടിച്ചേർത്തു. മക്കൾ രാഷ്ട്രീയം പ്രോത്സാഹിപ്പിക്കുന്ന ഒരു രാഷ്ട്രീയക്കാരനായിരുന്നെങ്കിൽ ഞാനൊരു 10-20 വർഷം മുൻപേ എവിടെന്നെങ്കിലും മത്സരിച്ച് ഒരു MLA ഒക്കെ ആകേണ്ട സ്ഥിതിയാണ്. ഒരിക്കലും ഒരു പി.ജെ. ജോസഫിൻ്റെ മകൻ എന്നുള്ള ഒരു പേരിൽ മാത്രം രാഷ്ട്രീയത്തിൽ വരരുത് എന്നുള്ള നിർബന്ധം അപ്പച്ചനുണ്ടായിരുന്നു. പി.ജെ. ജോസഫിന്റെ പിൻഗാമിയായി തൊടുപുഴയിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സീറ്റിലോ അപ്പു മത്സരിച്ചേക്കാമെന്ന വാദങ്ങൾക്ക് ആക്കം കൂട്ടുന്നതാണ് പാർട്ടിയുടെ മുൻനിരയിലേക്കുള്ള അപ്പുവിന്റെ കടന്നുവരവ്. എന്നാൽ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച കാര്യങ്ങൾ പാർട്ടി തീരുമാനിക്കുമെന്നും അത്തരം ചർച്ചകളിലേക്ക് കടന്നിട്ടില്ലെന്നും അപ്പു വ്യക്തമാക്കി. അമൃത ന്യൂസ്, കോട്ടയം. ജോസ് കെ മാണിയുടെ UDF പ്രവേശനം സംബന്ധിച്ച വാർത്തകളെ തള്ളി പി.ജെ. ജോസഫ്. അത്തരം ചർച്ചകൾ UDF-ൽ നടന്നിട്ടില്ലെന്ന് പി.ജെ. ജോസഫ് പറഞ്ഞു. UDF പ്രവേശനം ജോസ് കെ മാണി തന്നെ നിഷേധിച്ചിട്ടുള്ളതാണെന്നും പി.ജെ. ജോസഫ് ചൂണ്ടിക്കാണിച്ചു. തീരുമാനിക്കേണ്ട കാര്യമാണ്. കൂടുതൽ സ്ഥലങ്ങളിലേക്ക് പാർട്ടിയുടെ പ്രവർത്തനം വ്യാപിപ്പിക്കുന്നു. ഈ UDF ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ട് കേരള കോൺഗ്രസിനെ കൊണ്ടുവരാൻ വേണ്ട ചർച്ച നടക്കുന്നുണ്ട്. അതാണ് നേരത്തെ ചോദിച്ചത്. കേരള കോൺഗ്രസ് ഇപ്പൊ ചർച്ചയൊന്നും ചെയ്തിട്ടില്ല. ചർച്ച വരുമ്പോൾ സംസാരിച്ചോളാം. ഒരു ഏകകണ്ഠമായിട്ടാണ് തീരുമാനം. കേരള കോൺഗ്രസ് UDF-ലേക്ക് വരേണ്ട ആവശ്യം ഇപ്പൊ ഇല്ല നിലവിൽ. അങ്ങനെയാണ് തീരുമാനം. ഞങ്ങളിപ്പോൾ ആ വിഷയം ചർച്ച ചെയ്തിട്ടില്ല. ഇപ്പോൾ അല്ല, UDF-ലെ മറ്റു ചില പാർട്ടികളൊക്കെ ജോസ് കെ മാണിയുമായിട്ട് ചർച്ച നടത്തുന്നു എന്നൊക്കെ വാർത്തകൾ വരുന്നുണ്ട്. അതുകൊണ്ടാണ്. അല്ല, അത് തന്നെയാണല്ലോ ഇപ്പോൾ ജോസ് കെ മാണി നിശ്ചയിച്ചിരിക്കുന്നത്. അപ്പോൾ ആ നിശ്ചയത്തിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നെ അഭിപ്രായം പറയേണ്ട കാര്യം.